ഭാഗ്യലക്ഷ്മി കരുതുകയാണ് അവൾ എന്തിനായിരിക്കും അകത്തേക്ക് വന്നത്. ദിയ പുറകെ പോകുന്നെങ്കിലും രജനിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കുറെ ദൂരം രചന ഓടിയ ശേഷം ഒരിടത്ത് ഒളിച്ചു നിൽക്കുകയാണ് രചന. അവിടേക്ക് ദിയ എത്തുകയാണ്. എടി, നീ എന്റെ ചേച്ചി എന്ന് പറഞ്ഞ് രചനയെ പിടിക്കാൻ ശ്രമിക്കുകയാണ് ദിയ. പക്ഷേ ദിയയെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെടുകയാണ് രചന. പിന്നീട് തിരികെ ഭാഗ്യലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തുകയാണ് ദിയ. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്തായി മോളെ? അവളെ കിട്ടിയില്ല, അവള് ജീവനും കൊണ്ട് ഓടി. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അവൾ എന്തിനായിരിക്കും ഇവിടെ വന്നത്? ഐസിയുവിൽ നിന്ന് അകത്താണല്ലോ ഇറങ്ങിപ്പോയത്. ദിയ പറയുകയാണ്, അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഞാൻ പോയി മോളെ നോക്കി, മോൾക്ക് കുഴപ്പമൊന്നും ഇല്ല. സദാനന്ദനും മോനും വേണ്ടിയിട്ടാണ് അവൾ ചേച്ചിയെ തകർത്തു കളഞ്ഞത്. എന്നിട്ടും അമ്മ കോടതിയിൽ പോയി. ഇനിയിപ്പോ കേസ് തോൽക്കുമെന്ന് ഉറപ്പിച്ചതുകൊണ്ട് ചേച്ചിയെ കൊല്ലാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോന്ന് അറിയില്ല. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അത് തന്നെയാണ് എന്റെയും സംശയം. എന്തായാലും ഇനി നമ്മളിൽ ഒരാൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഏതു നേരവും ഇപ്പോൾ രചനയാണ് വന്നതെങ്കിൽ ഇനി വരുന്നത് സദാനന്ദൻ വിലക്കെടുത്ത ഗുണ്ടകളാകും. ഞാൻ ഡോക്ടർ ഇക്ബാലിനെ ഈ വിവരം അറിയിക്കാം. ഐസിയുന്ന് എന്തായാലും മോളെ ഉടനെ മാറ്റും. ദേഷ്യപ്പെട്ട് ദിയ പറയുകയാണ്, എന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ അവളെ വെടിവെച്ച് വീഴ്ത്തിയേനെ. എന്തായാലും ഒരു അസാമാന്യ ധൈര്യം തന്നെയാണ് അവൾക്ക്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും കടന്നു വന്നല്ലോ. അതേസമയം റോഡിലൂടെ പെട്ടെന്ന് നടന്നു പോവുകയാണ് രചന. ഓടി ഓടി ചെന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് രചന. അതേസമയം അതുവഴി വരുന്ന സദാനന്ദൻ രചനയെ കണ്ട് വണ്ടി നിർത്തുകയാണ്. രചന നിന്ന് കിതയ്ക്കുന്നത് കണ്ട് സദാനന്ദൻ ചോദിക്കുകയാണ്, എന്തുപറ്റി? എന്നെ കണ്ടു ദീപയുടെ അമ്മയും അനിയത്തിയും. അവരെന്നെ ഓടിച്ചു. പിടികൊടുക്കാതെ ഞാൻ ഓടുകയായിരുന്നു. സദാനന്ദൻ പറയുകയാണ്, നീ പിടികൊടുക്ക്, അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല. ഇപ്പോ എന്നെ കിട്ടിയിരുന്നെങ്കിൽ വലിച്ചു കീറിയേനെ. അതിനെങ്ങനെ പറ്റും? നിനക്കും ആരോഗ്യമില്ലേ? ഇങ്ങോട്ട് തല്ലിയാൽ തിരിച്ചും തല്ലണം. ഇല്ല, അമ്മയും മോളും കൂടിയാണ് ഓടിച്ചത്. അല്ല, ദിയയാണ് പിന്നാലെ വന്നത്. അച്ഛൻ ഐസിയുലായതുകൊണ്ട് അച്ഛനെ കാണാൻ വേണ്ടി എനിക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ടീച്ചർമാർ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അങ്ങോട്ട് ചെല്ലാനും പറ്റുന്നില്ല. സദാനന്ദൻ ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ ഐസിയുലാണെന്ന് അവർക്കറിയാമോ? ഇല്ലെന്നാണ് തോന്നുന്നത്. അതറിയിക്കാനും പറ്റില്ല. അച്ഛൻ നടന്നതൊക്കെ അറിഞ്ഞാൽ അടുത്ത അറ്റാക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ്. നീ വിഷമിക്കേണ്ട പെണ്ണെ. ഭാഗ്യലക്ഷ്മിയും അവളുടെ കുടുംബവും നശിക്കാറായി. അവളുടെയും അവളുടെ മക്കളുടെയും സമയം അടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. കോടതിയിൽ അവള് നിറഞ്ഞാടി. പക്ഷെ ഇനി ആടിത്തിമിർക്കാൻ പോകുന്നത് ഞാനും എന്റെ മോനുമാണ്. കാർത്തികിന് ജയിലിലേക്ക് പോകേണ്ടി വരുമോ സാർ? പോകാതിരിക്കാൻ വകുപ്പൊന്നും ഇല്ല. ജഡ്ജിയെ സ്വാധീനിച്ചാൽ പോലും കേസ് അനുകൂലമാക്കാൻ പറ്റില്ല. ഏതായാലും നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും പണം വരും. നീ ധൈര്യമായിട്ടിരുന്നോ. ഞാൻ ഭാഗ്യത്തെ കാണാനായിട്ടാണ് ഇറങ്ങിയത്. അവളുടെ മോൾ ഐസിയുയിൽ കിടക്കുമ്പോൾ അത് അകലെ ഇരുന്ന് ആസ്വദിച്ചാൽ പോരല്ലോ. അവളെ നേരിട്ട് കണ്ട് എന്റെ സന്തോഷം അറിയിക്കണ്ടേ? അതിന് തന്നെയാണ് വന്നത്. ശരിയെന്ന് പറഞ്ഞു പോവുകയാണ് സദാനന്ദൻ. പിന്നീട് കാണിക്കുന്നത് ആശുപത്രിയാണ്. അവിടെ ഭാഗ്യലക്ഷ്മിയുടെയും ദിയയുടെയും അടുത്തേക്ക് വരികയാണ് സദാനന്ദൻ. സദാനന്ദനെ കണ്ട് ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്ത് വേണം? കൊല്ലാനൊരുത്തിയെ വിട്ടിട്ട് എന്റെ മോള് മരിച്ചോന്നറിയാൻ വന്നതാണോ? അങ്ങനെ ഒറ്റയടിക്ക് നിന്റെ മോളെ കൊന്നാൽ അതിനകത്ത് എന്താ ഒരു രസം? അപമാനം സഹിക്കവയ്യാതെ വില്ലേജ് ഓഫീസറുടെ മകൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു പത്രവാർത്തയിൽ ഒതുങ്ങും ആ മരണം. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവളുടെ മാനമാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമിയിലെ ജീവിതം നരകമായിരിക്കും. ആ നരകത്തിലൂടെ നിന്റെ മോൾ നടക്കുന്നത് എനിക്ക് കാണണം. ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അങ്ങനെ ഒരു കാഴ്ച നിനക്കും കാണാം സദാനന്ദ. നിന്റെ മോൻ ജയിലിൽ കിടക്കുന്നത്. ഒറ്റ മോനല്ലേ? ഇനി അച്ഛന് മോനെ അവിടെ പോയി കാണാം. ദേഷ്യം വരുത്തി സദാനന്ദൻ പറയുകയാണ്, 1ന് 10 അതാണ് എന്റെ നയം. അത് കേട്ട് ദിയ പറയുകയാണ്, എങ്കിൽ 10ന് 100 അതാണ് ഞങ്ങളുടെ നയം. ദിയയെ നോക്കി സദാനന്ദൻ പറയുകയാണ്, വിജയകുമാർ വക്കീൽ പറഞ്ഞിട്ടുണ്ട് ഇളയ മോള് അമ്മയുടെ തനി പകർപ്പാണെന്ന്. അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. അത് എനിക്ക് മാത്രമല്ല, എന്നേക്കാൾ കൂടുതൽ എന്റെ മോനും. നീ ഗുണ്ടായുസമൊക്കെ ഉള്ള പെണ്ണാണ് അല്ലേ? ഗുണ്ടായുസത്തെക്കാളും മോശം സ്വഭാവമുള്ള ചില ആൾക്കാരെ നേരിടാൻ അതൊക്കെ ചിലപ്പോൾ വേണ്ടിവരും. ഭാഗ്യലക്ഷ്മിയോട് സദാനന്ദൻ പറയുകയാണ്, വില്ലേജ് ഓഫീസറെ, എന്റെ കഥകൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇവിടെ വന്ന് ചാർജെടുക്കുന്നതിന് മുൻപ് തന്നെ. അതിനുശേഷം കുറെ കൂടി അറിഞ്ഞു കാണും. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ഒരാൾ എനിക്ക് നഷ്ടങ്ങൾ മാത്രം വരുത്തുന്നത്. നീ പറഞ്ഞതുപോലെ എന്റെ മോൻ ജയിലിൽ കിടക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ. ഇനി ഒരു തുറന്ന യുദ്ധമാണ്, പറഞ്ഞുകൊണ്ടുള്ള യുദ്ധം. ഇവിടെ നിനക്ക് എന്ത് നഷ്ടമുണ്ടായാലും അതിൽ ആരാണ് പ്രതിയെന്ന് അന്വേഷിക്കേണ്ട. അത് ഞാൻ തന്നെയാണ്. ഒരു തവണയല്ല, 1000 തവണ നീ നിന്നോട് തന്നെ പറയും ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ മോളെ കരുതി ഞാൻ കോടതിയിൽ വരില്ലായിരുന്നു. എന്റെ ഭർത്താവും നിങ്ങളും കേസ് ജയിക്കട്ടെ എന്ന് കരുതുമായിരുന്നു. ഇവിടെ മറിച്ച് സംഭവിച്ചെങ്കിൽ അതിനപ്പുറം എനിക്കിവിടെ ഒന്നും വരുത്താനില്ല സദാനന്ദ. മക്കൾക്കുണ്ടായ വേദനകൾക്കപ്പുറം
എന്ത് തിരിച്ചടിയാണ് ഒരമ്മയ്ക്കുള്ളത്? അവിടെ പിടിച്ചു നിൽക്കാമെങ്കിൽ ഇനി നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. തിരിച്ചുകൊണ്ട് സദാനന്ദൻ പറയുകയാണ്, വഴിപിഴച്ചു പോകാത്ത മക്കളാണ് ഭാഗ്യം നിന്റെ മക്കൾ. കാരണം നിന്റെ ചിറകിലൊളിച്ച മക്കളാണ് ഇവരൊക്കെ. ഇന്നത്തെ കാലത്ത് ആണിനെ പോലെ തന്നെ തെറ്റ് ചെയ്യുന്നവരാണ് പെൺകുട്ടികളിൽ പലരും. പക്ഷെ അവിടെ നിന്നെ പോലെ ചോരത്തിളപ്പുണ്ടെങ്കിലും ഇവര് വഴിവിട്ട് സഞ്ചരിച്ചിട്ടില്ല. മൂത്തവൾക്കുണ്ടായതിനേക്കാളും ദയനീയമായിരിക്കും ഇവളുടെ അനുഭവം. പിന്നെ ദിയയെ നോക്കി സദാനന്ദൻ പറയുമ്പോൾ ദിയ പറയുകയാണ്, ഒന്ന് പേടിപ്പെടുത്താതെ പോടോ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. പൊതുനിരത്തിൽ വെച്ച് തന്റെ മോൻ എന്റെ കയ്യിൽ കയറി പിടിച്ചല്ലോ. ആ സമയത്ത് അവന് ശരിക്കും കിട്ടിയല്ലോ. ഒറ്റയ്ക്ക് നിന്നാണ് തന്റെ മോനെയും കൂട്ടാളികളെയും അയാൾ തല്ലി ചതച്ചത്. ആ സമയത്ത് മോന്റെയും മോന്റെ കൂട്ടാളികളുടെയും വീര്യം എവിടെ പോയി? അന്ന് നെഞ്ചു നോക്കി ആഞ്ഞൊരിടി കൊടുത്തിരുന്നെങ്കിൽ അവനവിടെ ചത്തു വീണേനെ. അത്രയൊക്കെയുള്ളൂ ഈ ഭീഷണിയുമൊക്കെ നടക്കുന്നവരുടെ ആയുസ്. എത്ര വലിയവനാണെങ്കിലും തല്ലുകൊണ്ടാൽ കൊണ്ടത് തന്നെ. അതുകൊണ്ട് പേടിപ്പിക്കാനൊന്നും നിൽക്കേണ്ട. തന്റെ വൃത്തികെട്ട നാവിൽ നിന്നും വരുന്ന വില കുറഞ്ഞ വാക്കുകൾക്ക് മുൻപിൽ ഞങ്ങൾ തലകുമ്പിട്ട് നടക്കില്ല. താൻ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ അമ്മയുടെ ചിറകിൽ ഒളിക്കുന്നവർ തന്നെയാണ്. ഞങ്ങളും അമ്മയെ പോലെ തന്നെയാണ്. ഇവിടെയും തല ഉയർത്തി പിടിച്ചേ നിൽക്കൂ, മരിക്കുമ്പോൾ പോലും. ഇതൊക്കെ കേട്ട് സദാനന്ദൻ ചോദിക്കുകയാണ്, ആഹാ കൊള്ളാമല്ലോ, അകത്ത് കിടക്കുന്നവളും ഇതുപോലെയൊക്കെ തന്നെയാണോ? അല്ല, നിനക്കൊരു ചേട്ടനുണ്ടല്ലോ, അവനും ഇങ്ങനെ തന്നെയാണോ ചിന്തിക്കുന്നത്? ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, തനിക്കിപ്പോ എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. വില്ലേജ് ഓഫീസർ മക്കളുടെ ചുറ്റും ഒരു രക്ഷാകവചം തീർത്തോ? ചക്രവ്യൂഹം ആരെങ്കിലും ഭേദിച്ചു കഴിഞ്ഞാൽ പിന്നെ വെട്ടേറ്റു വീഴും. ദിയയെ ഒന്ന് നോക്കിയ ശേഷം പോവുകയാണ് സദാനന്ദൻ. അന്നേരം ദിയ ഡോ എന്ന് വിളിക്കുകയാണ് സദാനന്ദനെ. ഞാൻ അത്രയും പറഞ്ഞല്ലോ, മോനിപ്പോൾ ജയിലിലോട്ട് പോവുകയല്ലേ. അവിടെ കിടന്ന് മരിക്കാതിരുന്നാൽ പുറത്തു വരുമ്പോൾ അവന് നിങ്ങൾക്ക് ജീവനോടെ കാണാം. അതും കൂടെ താൻ മനസ്സിൽ വെച്ചോ. കാണാം മോളെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് സദാനന്ദൻ. സദാനന്ദൻ പോയ ശേഷം ഭാഗ്യലക്ഷ്മിയോട് ദിയ പറയുകയാണ്, ഇങ്ങോട്ട് വരട്ടിയാൽ തിരിച്ചു വരട്ടിയേ പറ്റൂ. നമ്മളെ ഭയക്കുന്നു കണ്ടാൽ ഇവനൊക്കെ നാളെ മുതൽ ഞങ്ങൾക്കെതിരെ നീങ്ങാൻ തുടങ്ങും. മോളുടെ തന്റെ ഇടം മോളുടെ ചേച്ചിക്കില്ലാതെ പോയി. അതായിപ്പോ പേടി. കോടതിയിലേക്ക് കേസും വഴക്കുമൊക്കെ ആയിട്ട് പോകാമെന്ന് മോള് പറയുന്നു. പക്ഷേ ദീപ എന്ത് നിലപാടെടുക്കുന്നു അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നീട് ജയിലിൽ ജഗനെ കാണാൻ എത്തുകയാണ് ദിയ. ദിയയെ കണ്ട് ചിരിച്ചുകൊണ്ട് ജയൻ പറയുകയാണ്, ഇതാരാ? ദിയ. അതിനുശേഷം ദിയയുടെ നമ്പർ പറയുകയാണ് ജഗൻ. ചിരിച്ചുകൊണ്ട് ദിയ ചോദിക്കുകയാണ്, നല്ല ഓർമ്മയാണല്ലോ. അതെ, ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് മറക്കുന്ന തലയല്ല എന്റേത്. അല്ല, ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനിപ്പോൾ വന്നത് ഒരുത്തനെ പറ്റി സംസാരിക്കാനാണ്. കാർത്തികേയൻ എന്നാണ് മുഴുവൻ പേര്. അന്നെന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി മോശമായിട്ട് പെരുമാറിയില്ലേ ഒരുത്തൻ, അവനാ കാർത്തി. ജഗൻ പറയുകയാണ്, അതിനുശേഷം ഞാൻ അവനെ കോടതി മുറിയിൽ വെച്ച് കണ്ടായിരുന്നു. വീണ്ടും അവന്റെ ശല്യമുണ്ടായോ? ദിയ പറയുകയാണ്, ഉണ്ടായി. പക്ഷേ എനിക്കല്ല, എന്റെ ചേച്ചിക്ക്. കുട്ടിയോടുള്ള ദേഷ്യമാണോ അവൻ ചേച്ചിയോട് തീർത്തത്? അല്ല, അമ്മയോടുള്ള ദേഷ്യം. അമ്മ വില്ലേജ് ഓഫീസറാണ്. ജഗൻ പറയുകയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ മുഖം നോക്കാതെ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ഒരു പയ്യനെ അമ്മയുടെ മുൻപിൽ വെച്ച് വെട്ടിക്കൊന്നു. കാർത്തിയും കൂട്ടരും. ശ്രീകുമാർ എന്നാണ് ആ പയ്യന്റെ പേര്. ആ കേസ് കോടതിയിൽ വന്നപ്പോൾ അമ്മ സാക്ഷി പറയാതിരിക്കാനായി എന്റെ ചേച്ചിയെ അവന്മാരെല്ലാരും കൂടി ചീറ്റ് ചെയ്തു. ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി. ജഗൻ പറയുകയാണ്, ചീറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, പെൺകുട്ടികളോട് അക്രമം കാണിക്കുന്നവരെ ഞാൻ വെറുതെ വിടാറില്ല. എന്റെ കൂട്ടത്തിലുള്ളവരും. കോടതി വിധി അവനെതിരായിരിക്കുമോ? ദിയ പറയുകയാണ്, ആകാനാണ് സാധ്യത. പക്ഷേ എന്റെ ചേച്ചിക്കുണ്ടായ നഷ്ടം എന്നാലും തീരില്ലല്ലോ. എന്റെ ചേച്ചി ഇപ്പോ ICUവിലാണ്. അവിടെ നിന്നാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മകനെതിരെ സാക്ഷി പറഞ്ഞതിന് സദാനന്ദനും വന്നിരുന്നു. അവന്റെ അച്ഛൻ. അയാള് വെല്ലുവിളി നടത്തിയിട്ടാണ് പോയത്. ഞങ്ങളും വിട്ടുകൊടുത്തില്ല, പ്രത്യേകിച്ച് ഞാൻ. അന്നേരം ജഗൻ പറയുകയാണ്, കുട്ടി വിഷമിക്കേണ്ട. കൊലക്കേസല്ലേ, കോടതി ശിക്ഷിച്ചാലും അവൻ ഇവിടെ തന്നെ വരും. പിന്നെ ഏത് സദാനന്ദന്റെ മോനാണെങ്കിലും അവന് വേണ്ട സമയം സദാസമയം വേണ്ട പണി ഞാൻ ഇതിനകത്ത് കൊടുത്തോളാം. അവൻ പിന്നെ ഓടിയാൽ മുഴുക്കത്തില്ല. ഞങ്ങളെ പോലെയുള്ളവർ ക്രിമിനൽ ആയാലേ നിങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾക്ക് രക്ഷയുള്ളൂ. ദിയ പറയുകയാണ്, നന്മ ഒരുപാടുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് വീണ്ടും വന്നത്. ജഗൻ പറയുകയാണ്, എന്ന് വെച്ച് പുറത്തിറങ്ങുമ്പോൾ അധികമൊന്നും കാണാൻ വരേണ്ട. അത് കുട്ടിയുടെ പേര് ചീത്തയാക്കും. ജന്മനാ ഗുണ്ടകളായിട്ട് ആരും ജനിക്കുന്നില്ല. പിന്നെ വാളെടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥ ചിലപ്പോൾ വരും. അപ്പോൾ അത് വേണ്ടിവരും. കരഞ്ഞുകൊണ്ട് ദിയ പറയുകയാണ്, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഒരു തെറ്റും ചെയ്യാതെയാണ് അമ്മയും ചേച്ചിയും ഒക്കെ ഇപ്പോൾ വേദനിക്കുന്നത്. എനിക്കാണ് ചേച്ചിയുടെ അവസ്ഥ ഉണ്ടായതെങ്കിൽ ഞാൻ തന്റെ ഇടത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങിയേനെ. എന്നെ കളിയാക്കാനും നാണം കെടുത്താനും ഒക്കെ വരുന്നവരോട് ഞാൻ പറയേണ്ടത് പറഞ്ഞേനെ. അതിനുശേഷം ഞാൻ കൂടുതൽ വെളിച്ചത്തിൽ ഇറങ്ങിയേനെ. എന്നാൽ എന്റെ ദീപേച്ചി പാവമാണ്.
അതുകൊണ്ട് ഇനി ചിലപ്പോൾ അപമാനം സഹിക്കവയ്യാതെ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി കളയും ചിലപ്പോൾ. അത് ഞാൻ പറയുന്നില്ല. അന്നേരം ജഗൻ പറയുകയാണ്, വേണ്ട, പറയേണ്ട, അല്ലാതെ തന്നെ അറിയാം. ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.